കൺട്രിയുടെ ഒരു കടമയാണ് ഇവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് ജോലി കൊടുക്കണം എന്നുള്ളത്. സോ ഫസ്റ്റ് പ്രിഫറൻസ് സ്റ്റുഡൻസിനാണ്. പക്ഷെ ആ ഒരു 2 hours വാസ് മാജിക്കൽ. അതായത് ഒരു ഫാൻ ബോയ് മൊമെന്റും ആണ്. എന്നാലും ഈ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് തന്നെ ആയിരുന്നു. അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഇഷ്ടംപോലെ ഉപദേശങ്ങൾ കേട്ട് മടുത്തതുകൊണ്ടായിരുന്നു. കേരള ടു പോളണ്ട് എന്ന നമ്മുടെ ഈ സീരീസിൽ ഇന്നത്തെ നമ്മുടെ അതിഥി പോളണ്ടിലെ മലയാളികളുടെ ഐക്കണായിട്ടുള്ള മലയാളി എന്ന ബ്രാൻഡിനെ ഒരു കുപ്പിയിലാക്കി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച പ്രിയപ്പെട്ട ചന്ദ്രമോഹൻ നെല്ലൂരാണ്. ഹായ് ചന്ദ്ര ചേട്ടാ. ഹായ് ജിൻസ്. ചന്ദ്ര ചേട്ടൻ ഇപ്പം പോളണ്ട് വന്നിട്ട് എത്ര നാളായി? ഞാൻ ഈ വർഷം 13th year, 13ാമത്തെ വർഷം. ഓക്കെ. സോ 13 വർഷം പോളണ്ട് നിന്നിട്ട് ഇപ്പൊ എന്താ തോന്നുന്നത്? ചന്ദ്രചേട്ടൻ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ആൻഡ് ഇപ്പം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കൺട്രീസ് ആയാലും യാത്ര ചെയ്ത കൺട്രീസ് വെച്ച് നോക്കുമ്പോഴും പോളണ്ട് ഇസ് വെരി കംഫർട്ടബിൾ. ഐ എം വെരി ഹാപ്പി വിത്ത് പോളണ്ട്. 13 വർഷത്തെ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചന്ദ്രൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 13 വർഷം കൊണ്ട് ഇവിടെ ചെയ്യുന്നത്? പോളണ്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു തന്നെ ഇല്ല. ഞാൻ ആക്ച്വലി ലൈക്ക മൊബൈൽ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നതാണ്. സോ ഐ വാസ് ബേസിക്കലി ഹെഡിങ് ദെയർ ഓപ്പറേഷൻസ്. അതിൻ്റെ പേരിൽ ആ കമ്പനി എന്നെ ഇവിടെ പോളണ്ടിൽ ലൈക്ക ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2012 ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ റീലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ ലൈക്കയുടെ ലോഞ്ചിൻ്റെ ബേസിസിലായിട്ട്. സോ അതാണ് പോളണ്ടിൽ തുടങ്ങിയ ജേർണി. ലോഞ്ച് ലൈക്ക ഇൻ 2012. പിന്നെ അവരുടെ കൂടെ ഒരു 4 years ഞാൻ ലൈക്കയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോളണ്ട് മാത്രമല്ല, ഐ വാസ് ഹെഡിങ് ഗ്ലോബൽ ഓപ്പറേഷൻസ്. സോ വേറെ പല കൺട്രിയിലും ലൈക്ക ലോഞ്ച് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ടായിരുന്നു. പിന്നെ 2016 കോർപ്പറേറ്റ് ലൈഫിനൊരു ത്രെഷ് ഹോൾഡ് എത്തില്ലേ. അതായത് ഐ വാസ് സ്റ്റിൽ യങ്. ഐ വാസ് ലൈക്ക് കൺട്രി ഹെഡ് അറ്റ് ദി ഏജ് ഓഫ് 28. സോ അപ്പോഴും അത്ര ഏജ് ആയിട്ട് എന്നുള്ളതല്ല, പക്ഷെ എന്നാലും ഒരേ കാര്യം മോണോട്ടോണസായി ചെയ്ത് ഒരു പുതിയൊരു ഇന്നോവേഷൻ ഇല്ലാത്ത സമയത്തെത്തിയപ്പം ഐ തോട്ട് സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ സ്വന്തം ബിസിനസ്സിലേക്ക് ഇറങ്ങാമെന്നുള്ള പേരിൽ കുറച്ച് ഫ്രണ്ട്സായിട്ട് ചേർന്ന് അങ്ങനെയാണ് 2016 പോളണ്ടിൽ ഒരു റെസ്റ്റോറൻറ്റും സ്പെയിനിൽ 2 റെസ്റ്റോറൻറ്റ്സും ഒരു ഡിസ്കോത്തേക്കുമായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ ഒരു 2 വർഷം നല്ലപോലെ പോയി. 2018 ഉണ്ടായിരുന്ന ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ ഫസ്റ്റ് ബാർസലോണയിൽ ബിസിനസ് കുറച്ച് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വന്ന കത്തലാൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൽ ഞങ്ങളൊരു അവിടെ എടുത്തിരുന്ന പ്രോപ്പർട്ടീസ് ലിറ്ററലി ലോങ് ലീസായിരുന്നു. 15 വർഷത്തേക്ക് നമ്മൾ പകുതി കൊടുത്തെടുക്കുമല്ലോ. 3 പ്രോപ്പർട്ടി എടുത്തതും സിംഗിൾ ഓണറുടെ ആയിരുന്നു. അയാൾ ബാങ്ക്രപ്സി ക്ലെയിം ചെയ്തു. ആ ഒറ്റ ഒരു ഇൻസിഡൻറ്റ് മാത്രം മൊത്തം ഞങ്ങൾ 4 പേരും ചേർന്ന് അറൗണ്ട് ഒരു 7 crores വി ലോസ്റ്റ് ഓവർ നൈറ്റ്. അപ്പോൾ അങ്ങനെ കൊളാപ്സ്. പിന്നെ ഐ വെൻറ്റ് ഇൻ ടു കൺസൾട്ടിങ്. കൺസൾട്ടിങ്ങിൽ പോയി ലൈക്കയ്ക്ക് വീണ്ടും ഞാൻ 2 വർഷം കൺസൾട്ട് ചെയ്തു. ആസ് എ കൺസൾട്ടൻറ്റ് വർക്ക് ചെയ്തു, നോട്ട് ആസ് എ ഡയറക്റ്റ് സ്റ്റാഫ്. പിന്നെ അതിന് ശേഷം ഒരു ഇവിടെ സംതിങ് കോൾഡ് ഇൻഡോ പോളിഷ് ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, IPCC. അവർ പോളിഷ് ഇന്ത്യൻ എംബസിയുടെ കമേഴ്ഷ്യൽ പാർട്ട്നേഴ്സാണ്. സോ വാട്ട് വി ഡു ഇസ് നമ്മൾ ഇന്ത്യയിലുള്ള കമ്പനീസിന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അവ എക്സ്പ്ലോർ ചെയ്യണം, ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ പോളിഷ് കമ്പനീസിന് ഇന്ത്യ പോലത്തെ ഒരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അത് നോർമലി നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നൊരു ഏജൻസിയാണ്, ഓരോ ചേംബറാണ്. അപ്പോൾ അതിൽ ഐ ഗോട്ട് നോമിനേറ്റഡ് ആസ് എ ബിസിനസ് റിലേഷൻസ് ഡയറക്ടർ. സോ വൺസ് അതിൽ വന്നതിന് ശേഷം ഐ ബ്രോട്ട് ഇൻ അറൌണ്ട് 7 companies ഫ്രം ഇന്ത്യ. സോ മെയിനായിട്ട് ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള കമ്പനീസിന് യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇന്ത്യൻ കമ്പനീസ് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ഒരു എത്ര ലോ ബഡ്ജറ്റിൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ മാർക്കറ്റ്, അതാണ് ചെയ്യുക. അപ്പോൾ ആ സൊല്യൂഷനാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ബേസിക്കലി ഐ സ്റ്റാർട്ടഡ് ദ കമ്പനി ഫോർ ദം ഹിയർ. പിന്നെ അവർക്ക് ഇവിടെ ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോകുന്ന കാര്യങ്ങളും ഐ യൂസ് ടു ഗോ ദാറ്റ്. സോ ഐ യൂസ് ടു ഗെറ്റ് പെയ്ഡ് ആസ് എ ഫീ ഫോർ ഇറ്റ്. അതായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ അങ്ങനെ ഓബ്വിയസ്ലി അത് ചെയ്ത് വന്നതിൻ്റെ ഇടയിൽ ഒരു ക്ലയൻറ്റിന് ഇവിടെ ഈ പറഞ്ഞ പോലെ റൈസിൻ്റെ, അതേപോലെ ജ്വല്ലറി, എസ്ട്രല എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ജ്വല്ലറി, പിന്നെ ടെക് ഫേംസ്, കൊളാബ്ര എന്ന് പറഞ്ഞ ടെക് ഫേം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ദിസ് ഇസ് ഹൗ ഐ വാസ് ഡൂയിങ് ടിൽ ഐ സ്റ്റാർട്ടഡ് ദിസ് ബ്രാൻഡ് കോൾഡ് മലയാളി. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ മലയാളി എന്ന ബ്രാൻഡിനെ ഒരു കുപ്പിയിലാക്കി ലോകത്തിൽ അവതരിപ്പിച്ച ആളാണ് ചന്ദ്രചേട്ടൻ. എങ്ങനെയാണ് ഈ ഒരു മലയാളി എന്ന ബ്രാൻഡിലേക്ക് ചന്ദ്രചേട്ടൻ എത്തിയത്? ജിൻസ്, ഇത് ഇറ്റ്സ് ആൻ ആക്സിഡന്റൽ ബിസിനസ് കംപ്ലീറ്റ്ലി. ഈ പറഞ്ഞ പോലെ ചേംബറിൻ്റെ ഇതിൽ ഓരോ കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നത് ആൾ റൈസിൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അയാളുടെ റൈസ് എക്സ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളായിരുന്നു ഇവിടെ ക്ലയൻസിനെ കണ്ടുപിടിക്കുന്നത്. അവരായിട്ടുള്ള ബിസിനസ് ഡീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പം വോർസോയിൽ തന്നെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യലി ആൾക്കാരുണ്ട്, ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി ക്ലയൻസ് ഇവിടെ ഉണ്ട്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിലാണ്. അവിൽ ലൈക്ക് വൺ ഓഫ് ദ, അത് മാത്രമൊന്നുമല്ല, വൺ ഓഫ് ഇറ്റ്.
അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ വന്നിരുന്നു, ഒരു 5 ടൺ അവൽ മിക്സ് കണ്ടെയ്നറിൻ്റെ കൂടെ വരുന്ന യൂഷ്വൽ റൈസിൻ്റെ കൂടെ വരാൻ വേണ്ടി. ആൻഡ് എവറിത്തിങ് വാസ് പെയ്ഡ്, അഡ്വാൻസ് പേ ചെയ്തു ആൻഡ് ഇറ്റ് വാസ് ഷിപ്ഡ്. ആ ഷിപ്മെൻറ്റ് വരുന്നതിൻ്റെ സമയത്ത് ഒരു 4 ദിവസം ബാക്കി നിൽക്കുക, ഹാംബർഗിലാണ് ക്ലിയറൻസ് വരുന്നത്, 4 ദിവസം ബാക്കി നിൽക്കുകയാണ് റഷ്യ ഉക്രൈൻ വാർ സ്റ്റാർട്ട്. അത് സ്റ്റാർട്ടായതോടെ ഡോളറിൻ്റെയും പോളിഷ് കറൻസിയുടെയും പ്രൈസ് വല്ലാതെ അങ്ങ് വേരിയൻ വരുന്നു. ആൻഡ് പിന്നെ ആ സമയത്ത് അൺസർട്ടനിറ്റി ആണല്ലോ, ഇത് എന്ത് സംഭവിക്കും ഇനി അങ്ങോട്ടൊന്നും അറിയില്ല. അപ്പം ആ ഒരു ടൈമിൽ ആ ഡീല് കൊളാപ്സായി. അവരത് എടുത്തില്ല, മീൻ അഡ്വാൻസ് തന്നു, അവരത് ഫോഗോ ചെയ്തു, പക്ഷേ അവരത് എടുത്തില്ല. പിന്നെ ഇവിടുന്ന് തിരിച്ചയക്കാനും പറ്റില്ല, ഇറ്റ് വിൽ എഫക്ട് ദി ലൈസൻസ്. പിന്നെ ഓപ്ഷണൽ, ഇത് കേടുവരുമൊന്നും ഇല്ല, യു ക്യാൻ ഓൾവേസ് സ്റ്റോക്ക് ഇറ്റ്. പക്ഷെ ആ കോസ്റ്റ് ഓഫ് സ്റ്റോക്കിംഗ് ഉണ്ടല്ലോ, അത് എടുത്ത് വെക്കുന്നതിൻ്റെ, അതും വെച്ച് നോക്കുമ്പോൾ ഫ്യൂച്ചറിലേക്ക് ചിലപ്പം ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്. ബിക്കോസ് അന്ന് റൈസ് പോലും വിറ്റുപോകാത്ത സമയമായിരുന്നു. പിന്നെ അത് എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നിന്നാണ് പല പല ഓപ്ഷൻസും വരുന്നത്. ഇനീഷ്യലി ബിയറിനൊരു പ്ലാൻ ഉണ്ടായിരുന്നൊന്നുമില്ല. ഇനീഷ്യൽ പ്ലാൻ വാസ് ഈ പെറ്റ് ഫുഡ് ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അത് പട്ടിക്കും പൂച്ചക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. അവരെ അപ്രോച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മളെക്കാൾ നല്ല ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. ബിക്കോസ് അതിനൊരു സർട്ടിഫിക്കേഷൻ കിട്ടണം, അത് സേഫ് ഫോർ യൂസ് ആണെന്നുള്ളത്. അതിന് ഏതാണ്ട് ഒരു 9 മാസം ടൈം എടുക്കും. പിന്നെ ഇറ്റ്സ് അഗൈൻ ബാക്ക് ടു സ്ക്വയർ വൺ, ഇതല്ലാതെ വേറെ എന്ത്. അങ്ങനെയുള്ളപ്പോഴാണ് ഗൂഗിൾ നോക്കുന്നത്. ഗൂഗിളിൽ നിന്നാണ് ഈ പറഞ്ഞ കൊമ്പനെ കുറിച്ച് വായിക്കുന്നത്, അതായത് പാലക്കാടൻ മട്ടയിൽ നിന്നും ബിയർ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോഴാണ് ചിന്തിച്ച് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആശയത്തിലേക്ക് പോയിക്കൂടാ. സോ ആ ടൈമിൽ ലിജോ കാലിക്കറ്റ് തുടങ്ങിയ ലിജോൻ്റെ അടുത്ത് ചോദിച്ചു, ലിജോ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ബ്രൂവറിയുടെ കോൺടാക്റ്റ് ഒന്ന് തരാമോ. അവരായിട്ടാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, ഇങ്ങനെ ഞങ്ങളുടെ ഒരു റൈസ് ഫ്ലേക്സ് ഉണ്ട്, ഇത് വെച്ച് ബിയർ ചെയ്യാൻ പറ്റുമോ. ആൻഡ് ദേ സെഡ് യെസ് ചെയ്യാം. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അതായത് കുഴപ്പം അവർക്കല്ല നമുക്കുള്ളത്, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 4000 ലിറ്ററാണ്. 4000 ലിറ്റർ എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്ന ½ ലിറ്റർ ബോട്ടിൽ വെച്ച് നോക്കുമ്പോൾ 8000 ബോട്ടിൽസ്. സോ ഓൾ ഓഫ് എ സഡൻ അവൽ എന്നുള്ള പ്രശ്നത്തിൽ നിന്നും മാറാൻ നോക്കുമ്പോൾ വേറൊരു ഇൻഡസ്ട്രി തന്നെ ഒരു ചെയ്യേണ്ട രീതിയിലേക്ക് മാറുകയാണ്. പിന്നെ ഇവിടെ അറിയുന്ന റെസ്റ്റോറൻറ്റുകളും റെസ്റ്റോറൻറ്റുള്ള ഫ്രണ്ട്സുള്ള സംസാരിച്ചിട്ട് ബ്രൂവറി ഏതാണോ അവരുടെ തന്നെ സ്റ്റിക്കറിലാണ് ആദ്യമായിട്ട് ഈ ബിയർ ഇറക്കുന്നത് ആസ് എ സാമ്പിളിങ് കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അതിലെന്തായാലും പ്രോഫിറ്റ്സ് ഒന്നും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് തുടങ്ങിയത് മിസ്റ്റർ ഇന്ത്യ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. പുള്ളി അരുണാണ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടൊരു ഇന്ത്യൻ ബ്രാൻഡ് ചെയ്തുകൂടാം. അങ്ങനെയാണ് ആ തോട്ട് ആദ്യം വരുന്നത്. ഇപ്പം അങ്ങനെ ചെയ്യുന്നതിന് ഒബ്വിയസ്ലി നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി 7-8 ഇന്ത്യൻ ബ്രാൻഡ് അന്ന് തന്നെ ഉണ്ട്. പിന്നെ കൂടാതെ നമുക്ക് ഈസി എൻട്രി എന്നുള്ളതും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളാണ്, ബീയിങ് ദി ഇന്ത്യൻ എത്നിസിറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ എന്തിനും ഒരു പേരിടണമല്ലോ ആദ്യം. ആ ഒരു തോട്ടിലാണ് എന്ത് പേരിലാണ് വരിക, ലൈക്ക് ആ ഒരു ഇന്ത്യൻനെസ് കിട്ടണമെങ്കിൽ. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇന്ത്യൻനെസ് ഒരു ഭാഗത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിങ്ഫിഷർ, ലെറ്റ്സ് സേ കിങ്ഫിഷർ, അതൊരു ഇംഗ്ലീഷ് പേരാണെങ്കിലും ഇറ്റ്സ് എ മോസ്റ്റ് ഫേമസ് ഇന്ത്യൻ ബ്രാൻഡ്. പക്ഷെ നിങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലാതെ വേറൊരു റെസ്റ്റോറൻറ്റിൽ നിങ്ങളത് കാണില്ല. അതേസമയം ഹൈനിക്കൻ ഇസ് ഗ്ലോബൽ, കാൾസ്ബർഗ് ഇസ് ഗ്ലോബൽ. അതാരും പറയുന്നില്ല ഹൈനിക്കൻ ഡച്ച് ആണ് അല്ലെങ്കിൽ മറ്റ് ഡാനിഷ് ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു തോട്ടാണ് അന്ന് ഉണ്ടായിരുന്നത് ഒരു പേരിടുമ്പോൾ. പക്ഷെ എന്നാൽ നമ്മുടെ ഒരു എക്സോട്ടിക് ഫീലിംഗും വേണം. ഇത് ആ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് ടൈമിൽ ശിക്കാരി ശംഭുവിൻ്റെ കഥ പോലെ തന്നെയാണ് ടെക്നിക്കലി. ആദ്യമായിട്ട് ആ ബോർഡറിൽ പോയി നിന്ന് ഞാനും പ്രതിഭട്ടനും അറിയാം. അത് എന്തിനാന്ന് വെച്ചാൽ അറിയില്ല, അവിടുന്ന് കുറേ കോൾ വന്നതിൻ്റെ പേരിലാണ് പോകുന്നത്. പക്ഷെ അന്ന് ആ സമയത്ത് അവിടെയുള്ള ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ഞങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പബ്ലിഷ് ചെയ്തിരുന്ന ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി സെയ്സ് മലയാളി വോളണ്ടിയേഴ്സ് എന്നുള്ളതാണ്. കൂടാതെ അന്ന് ഇപ്പോൾ നിങ്ങളായാലും എത്രയോ ആൾക്കാർ അന്നത്തെ ആ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങളെല്ലാവരും സെൽഫായിട്ട് തന്നെ അവിടെ വന്നതാണ്, സെൽഫ്ലെസ്ലി ബോർഡറിൽ വന്നു. ഒരു കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുള്ള ആൾക്കാരും അവിടെ വന്നിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മലയാളികളാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഐ തോട്ട് ലൈക്ക് മേ ബി ഒരു ട്രിബ്യൂട്ട് എന്നുള്ള പേരിൽ, ബിക്കോസ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായതും ഇതേ വാറിനാണല്ലോ, അങ്ങനെയാണ് മലയാളി എന്നൊരു തോട്ട് മനസ്സിൽ വരുന്നത്. ഞാനത് കുറച്ച് പേരോട് സംസാരിച്ചു, എനിക്ക് അറിയുന്ന ക്ലോസ് ആയിട്ടുള്ളവരോട്. ആൻഡ് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് സ്റ്റുപ്പിഡ് തിങ് യു ക്യാൻ ഡു. മലയാളി എന്ന് പേരിടുക ഒരു ബിയറിന്, ഹൂ ഈസ് ഗോയിങ് ടു ആക്സെപ്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ അത് അറിയും. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഒരു ആൾക്കാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ദർ ഇസ് സം വേ ടു സെൽ ഇറ്റ്. ഒരാൾ സന്തോഷം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ then there is no speciality in the whole name.
പിന്നെ ഈ മലയാളി എന്ന് പറഞ്ഞാൽ ഒരു ബാക്കിയുള്ള വേർഡ് പോലെയല്ലോ, കിങ്ഫിഷർ ഒരു ബേർഡിൻ്റെ പേരാണ്, അല്ലെങ്കിൽ കോബ്ര ഒരു പാമ്പിൻ്റെതാണ്, അതുപോലെയല്ലോ മലയാളി, ഇറ്റ്സ് എ ഡയസ്പൊറ. അപ്പോൾ അത് പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെ ട്രേഡ് മാർക്ക് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ അപ്ലൈ ചെയ്തപ്പം മലയാളി എന്നുള്ള വേർഡിൽ ഇഷ്ടം പോലെ മലയാളി അസോസിയേഷൻസ് ഉണ്ട്. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് എ രജിസ്റ്റേർഡ് വേർഡ്. പക്ഷേ ഓരോ രജിസ്ട്രേഷനും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ആൽക്കഹോൾ, നോൺ ആൽക്കഹോൾ ബെവറേജസ്, ഈ 3 സ്പേസിൽ ആരും ലോകത്ത് ഈ വാക്ക് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. സോ ദാറ്റ് ഈസ് ഹൗ ഐ രജിസ്റ്റേർഡ് ഇറ്റ്. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ നിന്നും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സർഗീവ്. സോ സർഗീവ് ആയിട്ട് ഹീസ് എ ഡിസൈനർ, ഹി വാസ് എ ഡിസൈനർ ഫോർ സാംസങ്. ഇപ്പം പുള്ളി വേറെ സ്റ്റാർട്ടപ്സിന് വേണ്ടി ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സർഗീവിനെ അപ്രോച്ച് ചെയ്തു, ബിക്കോസ് അതിനൊരു ഡിസൈൻ വേണം. ഇപ്പം എനിക്ക് വിൽക്കാൻ അറിയാം, പക്ഷെ എന്നാലും അതിനൊരു ക്യാരക്ടർ കൊണ്ടുവരണം, അങ്ങനെ പല ആ സ്കിൽ സെറ്റ് എനിക്കില്ല. അപ്പം അങ്ങനെ സർഗീവിൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഹി വാസ് ഇൻട്രസ്റ്റഡ് ടു കം ഓൺ ബോർഡ്, ബിക്കോസ് അതൊരു എക്സൈറ്റ്മെൻറ്റ് പുള്ളിക്ക് ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പറഞ്ഞ മലയാളി എന്നൊരു ബ്രാൻഡിലേക്ക് വരുന്നത്. ആൻഡ് ഇനീഷ്യലി കൊച്ചിനിലൊരു സിഗ്നിഫിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് സർഗീവ് വർക്ക് ചെയ്തിട്ട് മലയാളി എന്നുള്ള ബ്രാൻഡ് ഇന്റർനാഷണലി റെപ്രസെന്റ് ചെയ്യും വേണം, എന്നാൽ അത് റെസൊനേറ്റ് ചെയ്യും വേണം. അപ്പോൾ അതിലേക്കുള്ള ലോഗോ ചെയ്യുന്നതിലാണ് ഇനീഷ്യലി സ്ഫടികത്തിലെ ലാലേട്ടൻ്റെ ഗ്ലാസും പിന്നെ കഥകളി ഹെഡ് ഗിയറും വെച്ചിട്ട് മലയാളി എന്നൊരു ശിവശ്രീകളുടെ ഫോണ്ട് യൂസ് ചെയ്തിട്ട് മലയാളി എന്ന പേര് ഡിസൈൻ ചെയ്യുന്നു. ആൻഡ് ദെൻ അത് എന്തുകൊണ്ട് ഇപ്പം ആദ്യം അരുൺ എന്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ആക്കിക്കൂടെ ബിസിനസ് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇറ്റ് ടേൺസ് ഔട്ട് ഈ ബിയർ ഭയങ്കര സ്മൂത്താണ് കമ്പയർഡ് ടു ദി അതർ ഇന്ത്യൻ ബിയേഴ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ബിയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. കൂടാതെ ഫുഡിൻ്റെ കൂടെ യൂഷ്വലി ബിയർ കഴിക്കുമ്പോൾ, അതായത് കോബ്ര ആയിക്കോട്ടെ കിങ്ഫിഷർ ആയിക്കോട്ടെ, കഴിക്കുമ്പോൾ അവർ ഒരു ബോട്ടിൽ നിർത്തും. അതിൻ്റെ റീസൺ ബേർപ്പിംഗ് വല്ലാതെ വരുന്നുണ്ട്. സർപ്രൈസിംഗ്ലി മലയാളിയിൽ അത് വരുന്നില്ല. ആൻഡ് സൂപ്പർ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. സോ ആ ഒരു സ്കോപ്പ് ഓഫ് ബിസിനസ് ആ അരുണാണ് ആദ്യമായിട്ട് പറയുന്നത്, ദർ ഇസ് എ സ്കോപ്പ് ഫോർ ദ പ്രൊഡക്റ്റ്. അങ്ങനെയാണ് ഈ പറഞ്ഞ ബിസിനസ് ഇൻഡസ്ട്രിക്ക് ഇറങ്ങുന്നത്. അരുൺ മാത്രമല്ലാണ്ട് ബാക്കി റെസ്റ്റോറൻറ്റുകളും ഇതേ പറഞ്ഞ പോലെ റീഓർഡർ ചെയ്യാൻ തുടങ്ങി. ആദ്യം നമ്മൾ മലയാളി അല്ലാത്ത പേരിൽ കൊടുത്ത പ്രൊഡക്റ്റ് റീഓർഡർ ചെയ്യാൻ തുടങ്ങി. സോ അപ്പോൾ അതിൽ ബിസിനസ് സ്കോപ്പ് കണ്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ മലയാളി ലോഞ്ച് ആകുന്നത്. ചന്ദ്രയുടെ പിന്നെ അതുപോലെ നമ്മുടെ മലയാളി എന്ന ബ്രാൻഡ് അതിൻ്റെ വളർച്ച ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ നവംബർ ആകുമ്പോഴേക്കും ഇറ്റ് വിൽ ബി അവർ 3rd ഇയർ. ഈ 3rd ഇയറിൽ ആസ് ഓഫ് ഡേറ്റ് വി ആർ ഇൻ 14 കൺട്രീസ്. 14 കൺട്രീസ് എന്ന് പറയുന്നതിൽ നമ്മൾ അത്രയും വലിയൊരു ബ്രാൻഡ്, ഭയങ്കര വലിയൊരു ടേൺ ഓവറുള്ള ബ്രാൻഡല്ല ലിറ്ററലി. ബിക്കോസ് നമ്മളിപ്പോഴും ഒരു കുഞ്ഞു കമ്പനിയാണ്. നമ്മൾ പക്ഷേ എന്തുകൊണ്ട് ഇത്രയും മാർക്കറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതായിരുന്നു, നല്ല എൻക്വയറീസ് വരുന്നുണ്ട്, ആൻഡ് വി ആർ ഏബിൾ ടു ഷിപ്പ് ഔട്ട്. ഇപ്പം ലെറ്റ്സ് സേ പോളണ്ടിൽ പോലും ഇവിടെ തന്നെ 497 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഓൾ അക്രോസ് പോളണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും 116 സ്ഥലങ്ങളിലേ ഉള്ളൂ. ഞങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ജർമ്മനിൽ ഇഷ്ടംപോലെ എൻക്വയറി ഉണ്ട്. ഹാനോവറിൽ കുറച്ച് പോക്കറ്റ്സിലെ റെസ്റ്റോറൻറ്റുകളിലുണ്ട്, അല്ലെങ്കിൽ കടകളിലുണ്ട്. UK ഒരു 300 ജോയിൻറ്റിലുണ്ടാവും. അതേപോലെ UAE-യിലുണ്ട്, ലിത്വേനിയ, ലാറ്റ്വിയ, എല്ലാ കൺട്രീസിലും മേ ബി നേഷൻ വൈഡ് റോൾ ഔട്ട് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ 5, 10, 20 അങ്ങനെ കടകളിൽ. അതിൻ്റെ ഒരു റീസണിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലെറ്റ്സ് സേ ടേക്ക് വാർസോയിൽ 144 റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 39 എണ്ണത്തിലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് ബീങ് എ ബിഗ് കമ്പനി, നോട്ട് ഹാവിങ് ദി ഇനീഷ്യൽ ഫണ്ട്സ് ടു ബേസിക്കലി എന്താ പറയുക, കുറേ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള കാശില്ലാത്തത് കൊണ്ട് ഫുട്ഫോൾ എവിടെയാണോ കൂടുതൽ, ഫ്രഷ് ഫുഡ് ടേൺ ഓവർ എവിടെയാണോ കൂടുതൽ, ആ റെസ്റ്റോറൻറ്റുകളിൽ മാത്രമായി അസോസിയേറ്റ് ചെയ്തിട്ട് വി വർക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ ഒരു മാസത്തിൽ ലൈക്ക് 5 ബോക്സ് അല്ലെങ്കിൽ 10 ബോക്സ് ഓർഡർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളല്ല ഞങ്ങൾക്കുള്ളത്. ഓൺ ആൻ ആവറേജ് 40 ബോക്സസ് പോകുന്ന റെസ്റ്റോറൻറ്റ്സാണ്. അത് ഒരു പാലറ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന റെസ്റ്റോറൻറ്റുകളാണ് ഞങ്ങളുടെ ഉള്ളത്. സോ അപ്പോൾ അതുകൊണ്ട് 100 എണ്ണം ചെയ്യുന്നതിന് പകരം 30 എണ്ണം ചെയ്താലും ആ ബലം ഒന്ന് കിട്ടും. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് 14 കൺട്രീസിൽ നമ്മുടെ പ്രസൻസ് ഇപ്പോൾ ഉണ്ട്. ബൈ ഓഗസ്റ്റ് 2025, അതായത് ഇൻ ഫ്യൂ മന്ത്സ് വി വിൽ ബി ഇൻ 26 കൺട്രീസ് ലിറ്ററലി. ദാറ്റ് വിൽ മേക്ക് അസ്, അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വളർന്ന ബ്രാൻഡ് അല്ല, പക്ഷേ കൺസിഡേർഡ് ആസ് എൻ ഇന്ത്യൻ ബിയർ ബ്രാൻഡ് ഡൺ എബ്രോഡ് ലൈക്ക് കോബ്ര. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ബിയർ ബ്രാൻഡുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം വി വിൽ ബി ദ 3rd കമ്പനി. വി വിൽ ഓവർടേക്ക് ബീറ ബൈ 8 കൺട്രീസ്.
ഇൻ പ്രസൻസ്, നോട്ട് ഇൻ ടേൺ ഓവർ. ലോകത്ത് തന്നെയുള്ള ബിയറുകളിൽ we will become 6th position in 3 year time in terms of brand presence. അതിൻ്റെ അർത്ഥം നമ്മൾ അവരുടെ പോലെ കോടികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ അപ്പോൾ 1-2 കണ്ടെയ്നേഴ്സ് പോയി ചിലപ്പോൾ ഒരു 10-20 കടകളെ രാജ്യത്ത് ഉണ്ടാവുള്ളൂ, പക്ഷേ ഇൻ ടേംസ് ഓഫ് ബ്രാൻഡ് പ്രസൻസ് ദാറ്റ് ഈസ് എ ബിഗിനിങ്. സോ അപ്പോൾ ആ ലെവൽ ഈ 3 കൊല്ലം കൊണ്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിച്ചേട്ടാ, നമ്മൾ ഈ പ്രൊഡക്റ്റ് മലയാളി എന്ന ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോളണ്ടിലാണ്. പോളണ്ടിനെ സംബന്ധിച്ചുള്ള മലയാളി എന്ന് പറയുന്ന ഒരു ഫെമിലർ ആയിട്ടുള്ള വേറില്ല. നമുക്കിപ്പോൾ താജ്, കാമസൂത്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. പക്ഷെ അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ മലയാളി എന്ന പേരിലൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം ചലഞ്ച് നേരിടേണ്ടി വന്നു, അതെങ്ങനെയാണ് അതിനെ സർവൈവ് ചെയ്തത്? ഈ ചോദ്യം തന്നെയാണ് എൻ്റെ ഉത്തരവുള്ളത്. നേരത്തെ പറഞ്ഞ 2 വാക്ക് കേൾക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ടൊരു കൺസ്യൂമറുടെ മനസ്സിൽ വരുന്നത് ഇന്ത്യൻ ബ്രാൻഡാണ്, ഇന്ത്യൻ ഭക്ഷണത്തിൻ്റെ കൂടെ ചിന്തിക്കുള്ളൂ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കിങ്ഫിഷർ എന്നൊരു യൂറോപ്യൻ ടേം ആണെങ്കിൽ പോലും അത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് അല്ലാതെ നിങ്ങൾ വേറെ എവിടെയും കാണുന്നില്ലല്ലോ. സോ ഞാൻ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മൈൻഡിലുള്ള തോട്ട് എങ്ങനെ ഈ ബ്രാൻഡ് ഗ്ലോബൽ ആക്കാം, വിത്ത് എൻ ഇന്ത്യൻനെസ് ഇൻ ഇറ്റ് ഗ്ലോബൽ ആക്കാം. അപ്പം മലയാളി എന്നുള്ളത് നാളെ നിങ്ങൾ കാൾസ്ബർഗ് ആയിക്കോട്ടെ, ഹൈനിക്കൻ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ കൊണ്ടുവച്ചാലും ഇറ്റ് ഈസ് എ ബ്രാൻഡ് ഫോർ ദം. സോ അപ്പോൾ അതിനൊരു സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി ഇന്നിപ്പോൾ മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ വിൽക്കുന്നുണ്ട്, ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റുകൾ വിൽക്കുന്നുണ്ട്. അത് വേറെ ഇന്ത്യൻ ബിയർ ബ്രാൻഡ്സിന് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതേ സെയിം കാര്യം, അത് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ദ നെയിം ഞാൻ അത് അഡ്വാൻറ്റേജ് ആക്കി മാറ്റിയതാണ്. പിന്നെ ക്വാളിറ്റി നല്ലതായതുകൊണ്ട് എപ്പോഴും യൂറോപ്യൻ കൺസ്യൂമേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവർക്ക് ഈ ഭക്ഷണം ചിലർക്ക് ഫേവറേറ്റ് ഉണ്ടാവാം, പക്ഷേ ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കുന്ന കാര്യം വൈനായിക്കോട്ടെ ഇതായിക്കോട്ടെ, അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ എന്താണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണോ റെക്കമെൻഡ് ചെയ്യുന്നത് അതിലാണ് അത് പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ ആക്ച്വലി ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇപ്പം ഇതിൽ കാണുന്ന ഈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ആദ്യം സെയിലിൻ്റെ കാര്യം സംസാരിക്കാൻ വരുമ്പോൾ ഇവിടെ കിങ്ഫിഷർ ഉണ്ടായിരുന്നു, കോബ്ര, ഗോവ, താജ്, കാമസൂത്ര, 5 ബിയർ ബാൻ ഉണ്ടായിരുന്നത്. ഇന്ന് അതിൽ മലയാളി മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇവിടുത്തെ സ്റ്റാഫ് അവരിത് വിറ്റ് കസ്റ്റമർ അത് വീണ്ടും വീണ്ടും ഇത് തന്നെ റീഓർഡർ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി നമ്മുടെ പ്രൊഡക്റ്റ് മറ്റവരെ ഔട്ട് സെല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരത് വേറെ വെക്കുന്നില്ല. ഇപ്പോൾ ജിൻസ് തന്നെ സിമ്പിളായിട്ട് ഗൂഗിളിൽ ദ മോസ്റ്റ് സോൾഡ് ഇന്ത്യൻ ബിയർ ഇൻ പോളണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ, ഇറ്റ് ഈസ് മലയാളി. വി ആർ ഔട്ട് സെല്ലിങ് ദ മൈറ്റി കിങ്ഫിഷർ. അത് ക്വാളിറ്റിയുടെ ബേസിസിലാണ്, അല്ലാണ്ട് നമ്മളിപ്പോൾ വാരി വലിച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള ഫണ്ടും ഇല്ല, അങ്ങനോട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് വി ആർ ഔട്ട് സെല്ലിങ് ദം. സോ ഇപ്പോൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതിൽ തന്നെയാണ് നമ്മൾ പല റെസ്റ്റോറൻറ്റിലും ഇടുന്നതും. നമ്മൾ പോയിട്ട് ക്വാളിറ്റി ടെസ്റ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇന്ത്യൻ ബിയറാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡിൻ്റെ കൂടെ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതല്ല. ഐ റിയലി വോണ്ട് ടു ടേക്ക് ഇറ്റ് ഗ്ലോബൽ. അതായത് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻനെസ് ഉള്ള ഒരു ഗ്ലോബൽ ബിയർ ബ്രാൻഡ് ആവണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഇപ്പം നമ്മൾ മലയാളി എന്ന പേരിൽ ബിയറാണ് ഇപ്പം നമ്മൾ ഇറക്കുന്നത്. അപ്പം ഫ്യൂച്ചറിലേക്ക് വരുമ്പം ബിയർ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സും നമ്മൾ മലയാളിയുടെ ബ്രാൻഡിൻ്റെ പേരിൽ ഇറക്കാൻ നോക്കുന്നുണ്ടോ? മലയാളിക്ക് ഇപ്പം 4 പ്രൊഡക്റ്റ് ഉണ്ട് ആക്ച്വലി. അതായത് മലയാളിയുടെ തന്നെ പ്രീമിയം ലാഗർ വിച്ച് ഇസ് 4.8 അതായിരുന്നു റിയൽ ആയിട്ട് ആദ്യം ഇറക്കിയത്. പിന്നെ മലയാളിയുടെ തന്നെ പവർ എന്ന് പറഞ്ഞൊരു വേർഷൻ 7.2. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെയുള്ള പൊതുവെ റെസ്റ്റോറൻറ്റുകളിൽ ഇന്ത്യൻ നല്ല ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും സ്ട്രോങ് ആയിട്ടൊരു ബിയർ ഇല്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ ഇന്ത്യൻ കൺസ്യൂമേഴ്സ് സത്യം പറഞ്ഞാൽ യൂറോപ്യൻ ബിയേഴ്സ് ഇൻക്ലൂഡിങ് കിങ്ഫിഷർ അവർ കഴിക്കുന്നില്ല അധികം. കാരണം വെച്ചാൽ അണ്ടർ 5%. ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 7.2 ലോഞ്ച് ചെയ്തത്. ഇറ്റ് ഈസ് ഗോയിങ് റിയലി വെൽ. പിന്നെ ഉള്ളത് നോൺ ആൽക്കഹോളിക്. ഏത് റെസ്റ്റോറൻറ്റുകളിലും പോയാലും യൂറോപ്യൻ നോൺ ആൽക്കഹോളിക്സ് ഉണ്ട്, പക്ഷെ ഒരു ഇന്ത്യൻ നോൺ ആൽക്കഹോളിക് ബിയർ ബാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മലയുടെ നോൺ ആൽക്കഹോളിക് ഇറക്കി. ഈവൻ യൂറോപ്പിൽ നോൺ ആൽക്കഹോളിക് എന്ന് പറയുന്നത് അപ് ടു 0.5% ഓഫ് ആൽക്കഹോൾ ഇസ് കോൾഡ് നോൺ ആൽക്കഹോളിക്. ആൻഡ് റീസെൻ്റ്ലി നമ്മളിപ്പം ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ് കോൾഡ് മലയാളി ഹബീബി, വിച്ച് ഇസ് എ മാൾട്ട് ബെവറേജ്. അതായത് 0.0 അതിൽ ആൽക്കഹോളേ ഇല്ല. ആൻഡ് വി റീസെൻ്റ്ലി സൈൻ വിത്ത് ലുലു ഫോർ എൻറ്റയർ GCC റോൾ ഔട്ട്. സോ അത് ഇപ്പം പ്രൊഡക്റ്റിൽ വന്നു. ഇനി അങ്ങോട്ട് മലയാളി എന്നുള്ള പേരിൽ വേറൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ വി ആർ ലോഞ്ചിങ് സംതിങ് കോൾഡ് അടിപൊളി. അത് നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്തു. അതൊരു ഐസോട്ടോണിക് വാട്ടറാണ് അല്ലെങ്കിൽ ഡ്രിങ്കാണ്. അതായത് നോർമലി ഈ റെഡ് ബുൾ ആയിക്കോട്ടെ മോൺസ്റ്റർ ആയിക്കോട്ടെ ഇത് ടൗറിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ എന്നെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോൺഷ്യസ്ലി എൻ്റെ കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുമോ? ഐ വിൽ നോട്ട്. അപ്പം അങ്ങനെ പാരൻസിനും കംഫർട്ടബിൾ ആയിട്ട് കുട്ടികളെ കുടിക്കാൻ പറ്റുന്നൊരു, ഐ എം നോട്ട് സെയിങ് ദറ്റ് ഇത് ഭയങ്കര ഹെൽത്തിയസ്റ്റ് ഡ്രിങ്ക് ആണല്ല, ഷുഗർ കണ്ടൻറ്റ് അതിലുമുണ്ട്. എന്നാലും കമ്പയർഡ് ടു എ റെഡ് ബുൾ ഓർ എ മോൺസ്റ്റർ ഓർ ഈവൻ കോക്ക് ഞങ്ങളുടെ ഷുഗർ കണ്ടൻറ്റ് കുറവാണ്.
ആൻഡ് ഈ ചൂടുള്ള കൺട്രീസിൽ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലൊക്കെ ഹൈഡ്രേഷന് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഓഷി ഇങ്ങനത്തെ സ്പോർട്സ് ഡ്രിങ്ക് പോലെ ഒരു ഫങ്ഷണൽ ഡ്രിങ്ക് അതൊന്ന് വരുന്നുണ്ട്. കൂടാതെ ഞങ്ങൾക്ക് ഈ ആൽക്കഹോൾ നോൺ ആൽക്കഹോളിക് ബിയറിലേക്ക് ഫുള്ള് മാറ്റുമ്പോൾ പ്രൊഡക്ഷനിലേക്ക് വരുന്ന ആൽക്കഹോൾ ഉണ്ടാവുമല്ലോ, അത് കംപ്ലീറ്റ്ലി എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആൽക്കഹോളും അതിൻ്റെ കൂടെ മാൾട്ടും റെസിഡ്യൂ ആയിട്ട് വരും. ഐദർ യു ത്രോ ഇറ്റ് അവേ, അല്ലാണ്ട് വേറെ ഓപ്ഷൻ വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അത് ഡിസ്റ്റിൽ ചെയ്തിട്ട് അതിൽ നിന്നും ഒരു വോഡ്ക ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കോൾഡ് യക്ഷി. യക്ഷി ഈസ് ലോഞ്ചിങ് ഇൻ ഓഗസ്റ്റ്. അതാണ് ഇപ്പം മലയാളിയുടെ ഇമ്മീഡിയറ്റ് പ്ലാൻസ്, അതാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. അതുപോലെ ചന്ദ്രചേട്ടാ, ഇവിടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പോളണ്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പോളണ്ടിലുള്ള ആൾക്കാർക്ക് പുതുതായിട്ട് ബിസിനസ് തുടങ്ങാനും പുതുതായിട്ട് പുതിയ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. സോ ചന്ദ്രചേട്ടൻ എന്ത് അഡ്വൈസാണ് അവർക്ക് കൊടുക്കാനുള്ളത്? അതായത് ഒരു പുതിയ ബിസിനസ് തുടങ്ങാനും പിന്നെ അതുപോലെ ഒരു ബ്രാൻഡ് ഇതുപോലെ ബിൽഡ് ചെയ്യാനൊക്കെ എന്താണ് ആദ്യം തൊട്ട് അവർ ചെയ്യേണ്ടത്? ഒന്ന്, ഞാൻ തന്നെ ഇത് ആക്സിഡൻ്റലായിട്ട് ചെയ്ത ഒരാളാണ്. ഓക്കെ. കാരണം ഇതിലൊരു പ്ലേ ബുക്കൊന്നും ഇല്ല ലിറ്ററലി. പക്ഷെ ബിസിനസ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ വിഷൻ ഉണ്ടാവും. ആ വിഷൻ പെർസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ വീഴ്ച ഉണ്ടാവാം, തകർച്ച ഉണ്ടാവാം. പക്ഷെ തളരാതെ നമ്മൾ എത്ര മുന്നിലേക്ക് പോകുന്നോ അതനുസരിച്ചിട്ടാണ് നമുക്കത് ചെയ്യാനും ഇല്ലാനും പറ്റും. അതിന് എല്ലാം ഇറ്റ്സ് ഓൾ പാഷൻ. കൂടെ പാഷൻ്റെ കൂടെ പെർസിസ്റ്റൻസ് ഉണ്ടായേ പറ്റൂ, എന്നാൽ മാത്രമേ ബിൽഡ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ കുറേ പേര് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് എല്ലാ സ്ഥലത്തും ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഉണ്ട്. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് ഫൈറ്റ് ഔട്ട് ചെയ്തനുസരിച്ചിരിക്കും. ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലാവുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ സൈസ് വെച്ചിട്ട് ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ്. പക്ഷേ ഓപ്പർച്യൂണിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ് സംരംഭത്തിലേക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ കോമ്പറ്റീഷനും അതേ അനുസരിച്ച് വലുതാണ്. ഇവിടെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു അന്യരാജ്യമാണ്. സോ ഇപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ തുടങ്ങുന്നതും നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതും തമ്മിൽ സക്സസ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡയസ്പോറ കുറവായതുകൊണ്ട്, അതായത് ഡയസ്പോറ നമ്മൾ ആസ് ഇമിഗ്രൻസ് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കട തുടങ്ങുമ്പോൾ ഇവിടുത്തെ ലോക്കൽസ് പോളിഷുകാർ നമ്മുടെ കടയിൽ കൂടുതൽ വരാൻ ചാൻസസ് ഉണ്ട്. ആ ബിസിനസ് സസ്റ്റെയിൻ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഈ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ കൂടുതലാണ് ഇൻ ദിസ് ടേംസ്. രണ്ട്, ബിസിനസ് ഫ്രണ്ട്ലിനെസ്സിൻ്റെ കാര്യത്തിൽ അത് ഏത് കൺട്രിയുടെയും ഗവൺമെൻറ്റിൻ്റെ കൈ കിടക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ യൂറോപ്പ് ഇസ് പ്രെറ്റി ഫ്ലെക്സിബിൾ പല കാര്യത്തിലും. ബിക്കോസ് അതിന് ഡിഫൈൻഡ് ആയിട്ട് റൂൾസ് ഉണ്ട്. ഇപ്പം ലെറ്റ്സ് സേ ഹൈപ്പോത്തറ്റിക്കലി നോക്കുകയാണെങ്കിൽ കള്ളിൻ്റെ കച്ചവടം ഞങ്ങൾ ചെയ്യുന്നു. ആ ചെയ്യുന്നതിൽ എനിക്കൊരു ആൽക്കഹോൾ ലൈസൻസ് എടുക്കാൻ ആകെ എൻ്റെ ചിലവ് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരു വെയർ ഹൗസിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, ഇന്ത്യയിലെ 80,000 രൂപ ഇന്ത്യൻ രൂപ 80,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, 2 ആഴ്ച ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് 2 ആഴ്ച കൊണ്ട് ഐ എം ഗെറ്റിംഗ് മൈ സർട്ടിഫിക്കറ്റ് പ്രൊവിഷൻ ടു സെൽ ആൽക്കഹോൾ. യൂറോപ്പിൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ലെറ്റ്സ് സേ കേരളത്തിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ അത് വേറെ, അതിപ്പോൾ ഓരോ സംസ്ഥാനത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ഇത് ഞാൻ പോളണ്ടിലുള്ള ലൈസൻസ് വെച്ചിട്ട് ഐ എം സെല്ലിങ് അക്രോസ് പോളണ്ട് പ്ലസ് ഐ എം സെല്ലിങ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഈ ഒറ്റ രാജ്യത്തിൽ 80,000 രൂപ ലൈസൻസ് വെച്ചിട്ട്. സോ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ 2 കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ആൽക്കഹോളിൻ്റെ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് അറിയുന്നത് കൊണ്ട് പറയാണ്. അതിൽ ഇത് നമ്മുടെ നാട്ടിൽ പോസിബിൾ അല്ല. യൂണിയൻ ടെറിട്ടറിക്ക് വേറെ റേറ്റ്, മെയിൻലാൻഡിന് വേറെ റേറ്റ്, പിന്നെ പല പല ടാക്സുകൾ. 100% ടാക്സ് ആണ്. യെസ്. ഇപ്പോൾ ഇവിടുന്ന് എത്രയോ എൻക്വയറി ഉണ്ട് ഇന്ത്യയിലേക്ക് പ്രൊഡക്റ്റ് അയക്കാൻ. 40 രൂപയുടെ ബിയർ ഇന്ത്യയിൽ ചെന്ന് എത്തുമ്പോഴേക്കും കടയിൽ എത്തുമ്പോഴേക്കും 450 രൂപയാണ്. അപ്പോൾ ഹൗ വിൽ യു ഈവൻ കോമ്പീറ്റ് വിത്ത് ദി അതേഴ്സ്? അതെ, പോളണ്ടിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ കുടിവെള്ളത്തെക്കാളും റേറ്റ് കുറവാണ് ബിയർ. എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇറ്റ് ഇസ് ടഫ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ദി ഓൺലി തിങ് ഇസ് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ ഇപ്പോൾ ഒരു രാജ്യത്ത് ഇവിടെ വന്നു, ഇവിടെ എന്തൊക്കെയായിരിക്കും നീഡ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവിടെ എന്ത് സർവീസാണ് പോകാൻ താല്പര്യമുള്ളതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യാൻ ഇഷ്ടം പോലെ. ഇപ്പം ലെറ്റ്സ് സേ ചേംബർ, IPCCI is one such chamber wherein we guide. നമുക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ, ചെയ്യേണ്ടത് അവരാണല്ലോ. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ഈസ് ഓൾവേസ് ദെയർ ഇൻ പ്ലെന്റി. ആൻഡ് പിന്നെ കഴിയുന്നതും ലെറ്റ്സ് സേ ഇപ്പോൾ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇപ്പോൾ ഇല്ല. ഒന്ന്, കുറേ പേര് വർക്ക് വിസയിൽ വരുന്നവരുണ്ട്. പിന്നെ സ്റ്റുഡൻസ്. എന്നോട് ചോദിക്കുന്ന അധികം ആൾക്കാരോടും പറയുന്നത് ബെറ്റർ ഇസ് ടു കം ആസ് എ സ്റ്റുഡൻറ്റ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ റൂൾ പ്രകാരം വെൻ യു ആർ എ സ്റ്റുഡൻറ്റ് ഹിയർ, ഈ കൺട്രിയുടെ ഒരു കടമയാണ് ഇവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് ജോലി കൊടുക്കണം എന്നുള്ളത്. സോ ഫസ്റ്റ് പ്രിഫറൻസ് സ്റ്റുഡൻസിനാണ്. ചന്ദ്രചേട്ടൻ ആദ്യം വന്നത് യൂറോപ്പിൽ ആദ്യം വന്നത് പോളണ്ടിലേക്കല്ലല്ലോ, ആദ്യം വന്നത് സ്പെയിനിലേക്കല്ലേ? സ്പെയിനിലേക്ക് വന്നത് വർക്ക് വിസയ്ക്കാണോ അതോ
എന്തെങ്കിലും സ്റ്റുഡൻ്റ് ആയിട്ടാണോ വന്നത്? ഞാൻ സ്പെയിനിലേക്ക് ആക്ച്വലി വരുന്നത് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ആക്ച്വലി സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നതാണ് യൂറോപ്പിലേക്ക് ഇൻഫാക്ട് അഡ്വാൻറ്റേജസ്. ഓക്കെ. ഈ പറഞ്ഞ പോലെ കൺട്രിക്ക് അവർക്ക് ആ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തോളണം, നോ മാറ്റർ ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് എവർ നാഷണാലിറ്റി യു ആർ, രണ്ട് സ്പാനിഷുകാർക്ക് എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന സമയത്ത്. പിന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന സമയത്താണെങ്കിലും ഇപ്പം കമ്പനീസ് അധികം എംപ്ലോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതും സ്റ്റുഡൻസിനെയാണ്. എസ്പെഷ്യലി പോളണ്ടിലൊക്കെ അണ്ടർ 26 ടാക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കമ്പനീസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്റ്റുഡൻസിനെ ഹയർ ചെയ്യാനാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു കൺട്രിയിലേക്ക് വരാനുള്ള അൺലെസ് പിന്നെ നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് അയ്യോ എനിക്ക് 30 വയസ്സായി 35 വയസ്സായി ഇനി എങ്ങനെയാണ്. ഇവിടെ യൂറോപ്പിൽ അങ്ങനെ ഒരു പഠിപ്പിന് അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഇല്ല ലിറ്ററലി. സോ കുറേ ഒരു പോസ്റ്റ് സ്റ്റഡീസ് MBA ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഏറ്റവും ബെറ്റർ ഇവിടെ ഏതെങ്കിലും ഒരു ലോക്കൽ വർക്ക് വിസ എടുത്ത് വന്നു കഴിഞ്ഞാൽ പോലും അവർ സ്കിൽ ലേബർ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതിൽ നിന്നൊരു പ്രോപ്പർ ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാനോ കിട്ടാനോ ചാൻസസ് കുറവാണ്. സോ അപ്പോൾ ഏറ്റവും നല്ലത് അതുപോലെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നതാണ്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഡു, എസ്പെഷ്യലി യൂറോപ്പിലേക്ക് വരുന്ന ആൾക്കാർക്ക്. ആസ് എ പോളണ്ട് മലയാളി നമുക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആണ്. കാരണം ഒരു ബ്രാൻഡ് തുടങ്ങിയത് അതൊരു സക്സസ് ആക്കിയത് മാത്രമല്ല, ഇപ്പോൾ ചന്ദ്രചേട്ടൻ മോദിയുമായിട്ടുള്ള മീറ്റിങ്ങിൽ ഒരു ഇതായിട്ട് പങ്കെടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ യൂസഫ് അലിയുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കുന്നു. മാത്രമല്ല യൂസഫ് അലിയായിട്ടൊരു ബിസിനസ് ഡീൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. റീസെൻ്റ്ലി ഇപ്പോൾ മോഹൻലാലുമായിട്ടും ഒരു പിക്ചർ ദുബായിൽ വെച്ച് കണ്ടു. സോ ഇതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണ്, എങ്ങനെയാണ് സാധിക്കുന്നത്? അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഒന്ന് മലയാളി ആസ് എ ബ്രാൻഡ് ദാറ്റ് ഈസ് ടേക്കിംഗ് മീ പ്ലേസസ്. ഓക്കെ. അത് ഞാൻ അത്ര പ്രതീക്ഷിച്ചിരുന്ന കാര്യമൊന്നുമല്ല, പക്ഷേ ദാറ്റ് ഈസ് ദ റീസൺ. അതിൽ ഇപ്പം മോദി ആയിട്ടുള്ള മീറ്റിംഗ് ആണെങ്കിൽ ഓബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മലയാളി. പക്ഷേ അത് ഓപ്പറേഷൻ ഗംഗ ആ സമയത്ത് ഉണ്ടായിരുന്ന ഇൻവോൾവ്മെന്റിൽ അന്ന് ഇൻവോൾവ് ആയിരുന്ന ആൾക്കാരിലെ ഒരു താങ്ക്സ് ഗിവിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത്. ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ലക്കി തിങ് ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് ലക്കി ആ കാര്യത്തിൽ. അതേപോലെ തന്നെയാണ് യൂസഫ് ഭായ് ആണെങ്കിലും. യൂസഫ് ഭായ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ മുന്നേ കണ്ടിട്ടുണ്ട്, ഇൻ ദ സെൻസ് ഫംഗ്ഷൻസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഈ പറഞ്ഞ അടുത്ത് കാണുക എന്നുള്ളതല്ല. ആൻഡ് ഹീസ് കൈൻഡ് ഓഫ് എൻ ഇൻസ്പിറേഷൻ എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും ഉള്ള പോലെ തന്നെ ഹീസ് വൺ ട്രൂ ഇൻസ്പിറേഷൻ ഫോർ മീ ആസ് വെൽ. യൂസഫ് ഭായിനെ ആദ്യം കാണുന്നത് ഇൻഡോറിൽ പ്രവാസി ദിവസത്തിൽ പോയപ്പോഴാണ്. അപ്പോൾ അന്ന് അവിടെ S. ജയശങ്കറിൻ്റെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഫോർ ഡിന്നർ. അപ്പോൾ ആ ഡിന്നറിൽ വെച്ചിട്ടാണ് യൂസഫ് ഭായെ കാണുന്നത്. ആൻഡ് ഐ കുഡ് സ്പെൻഡ് ഒരു ഗുഡ് 15 മിനിറ്റ്സ്. അല്ലെങ്കിൽ യൂസഫ് ഭായ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 10 to 30 ആൾക്കാരുടെ ഓൺട്രാഷിലാണ് ഉണ്ടാവുക. എല്ലാവരെ കാണുന്നു, പോകുന്നു, ചിരിക്കുന്നു, പോകുന്നു. യു ഡോണ്ട് ഗെറ്റ് ടു റിയലി ടോക്ക്. അന്ന് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് അങ്ങനെ ആ ഒരു സ്ഥലത്ത് എത്താനും ആ റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം എന്ന് പറഞ്ഞ പോലെ പരിചയപ്പെടാനും. അതിനുശേഷം ഫാസ്റ്റ് ഫോർവേഡ് ഫ്യൂ മന്ത്സ് അവർക്ക് ഇവിടെ ഒരു വൈ ഇൻ്റർനാഷണൽ ലോഞ്ചിൻ്റെ കാര്യത്തിന് അവരുടെ ഓഫീസിൽ നിന്നും കോൺടാക്ട് ചെയ്തപ്പം ലൈക്ക് അഗെയിൻ ചേംബറിൻ്റെ ഭാഗമായതുകൊണ്ട് കൂടാതെ അന്ന് അസോസിയേഷൻ സെക്രട്ടറി ആയതുകൊണ്ടും ഐ വാസ് ഏബിൾ ടു റീകണക്ട് വിത്ത്. ആ ഒരു പരിചയം വീണ്ടും പുതുക്കി. സെക്കൻഡ് ടൈം വി മെറ്റ് ഈച്ച് അതർ അഗെയിൻ. അപ്പോൾ അന്ന് ആ സമയം ആകുമ്പോഴേക്കും എനിക്ക് മലയാളി എന്നുള്ള ബ്രാൻഡ് വന്നിരുന്നു. സോ അന്ന് യൂസഫ് ഭായ് പറഞ്ഞത് ഒബ്വിയസ്ലി ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് ഫേമസ് മലയാളി. ഇത് 0.0 അതായത് ആൽക്കഹോൾ ഇല്ലാതെ വരികയാണെങ്കിൽ ലുലു ഷുഡ് ഹാവ് ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ ഈ 0.0ലേക്ക് വർക്ക് ചെയ്യുന്നത് തന്നെ, ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ലുലു. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ടച്ച് വുഡ് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നു. യൂസഫ് ഭായെ കാണാൻ പറ്റി കാര്യങ്ങൾ. ആൻഡ് ഇപ്പം നമ്മൾ ഈ ഗ്രോത്തിൻ്റെ ഇടയിൽ we were valued at around $5 million last year because നമുക്കൊരു ഇൻവെസ്റ്റർ വന്നു. and he has invested around $1 million. ആ ഇൻവെസ്റ്റർ ഈസ് ലൈക്ക് റിലേറ്റഡ് ടു ദി മൂവി ഇൻഡസ്ട്രി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച when I was in Dubai പുള്ളിയായിട്ട് ഒരു ലഞ്ച് കഴിക്കുന്ന സമയത്ത് ലാലേട്ടൻ അവിടെ ഷാർജയിൽ ഒരു ഇവൻറ്റിന് വന്നിരുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ട് when he had a phone call with this investor. അപ്പം അങ്ങനെ ലാലേട്ടനാണെന്ന് പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് മിസ്റ്റർ മോഹൻലാൽ. അപ്പം ആള് കാണാമെന്ന് പറഞ്ഞ് when he invited home, so that is when I was able to go to his house. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇൻ പേഴ്സൺ. ഇവൻറ്റ്സിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ ആ ഒരു 2 hours വാസ് മാജിക്കൽ. അതായത് ഒരു ഫാൻ ബോയ് മൊമെൻറ്റും ആണ്, എന്നാലും ഈ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് തന്നെ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. പക്ഷേ ഈ പറഞ്ഞതെല്ലാം ഇറ്റ്സ് താങ്ക്സ് ടു ദ ബ്രാൻഡ് മലയാളി. ആ ഒരു കാര്യങ്ങളാണ് ഇറ്റ്സ് ആക്ച്വലി ടേക്കിംഗ് മീ പ്ലേസസ്. ഇതിപ്പോൾ ഏതൊരു മലയാളിയും പോലെ ഒരു മലയാളി എന്ന് പറയുന്ന ഈ ബ്രാൻഡ് അറിഞ്ഞിട്ട് വിളിച്ചതാണോ അതോ ആക്സിഡൻ്റലി കോൺടാക്ട് ചെയ്തതാണോ? അല്ല, ലാലേട്ടൻ ആക്ച്വലി എന്നെ അല്ല കോൺടാക്ട് ചെയ്തത്. ഞങ്ങളുടെ ഇൻവെസ്റ്ററും പുള്ളിയുടെ കോമൺ ഫ്രണ്ടുമായിട്ടുള്ള മിസ്റ്റർ പത്മകുമാർ പുള്ളിയാണ് വിളിച്ചത്.
പക്ഷെ ഇങ്ങനെ ഈ മലയാളിയുടെ ആളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹി ന്യൂ അബൌട്ട് ദ ബ്രാൻഡ്. പുള്ളിക്ക് 3-4 സ്ഥലത്ത് നിന്ന് വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹി ഓൾറെഡി ന്യൂ ദ ബ്രാൻഡ്. അത് ഓൾ ദ മോർ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കി. വെൻ ഐ വെന്റ് ഇൻ ദേർ ദാറ്റ് വാസ് ലൈക്ക് റിയലി ഒരു എന്താ പറയാ, ഹി ന്യൂ ദ ബ്രാൻഡ് ആൻഡ് മീറ്റിംഗ് ദാറ്റ് പേഴ്സൺ. അത് ഇറ്റ് വാസ് ലൈക്ക് എൻ എക്സൈറ്റിംഗ് മൊമെന്റ്. ചന്ദ്രചേട്ടൻ ഒരു പോളിഷ് വൈഫും ഫാമിലിക്കാണെന്ന് എനിക്കറിയാം. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു 7 crores ഒരു ലോസ് ഉണ്ടായല്ലോ, ആ സമയത്തൊക്കെ ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് പോകാൻ നേരത്തെ ഒരുപാട് സ്ട്രഗിൾ പീരീഡ് ഉണ്ടാവുമല്ലോ, ആ ടൈമിലൊക്കെ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ? സോ ഇതൊരു നല്ല ചോദ്യമാണ് ജിൻസ്. ടെക്നിക്കലി ഞാൻ ഒരു ഡിസ്ലെക്സിക് ആണ്, അത് എൻ്റെ വൈഫിനും അറിയാം. എനിക്ക് തന്നെ എന്നെക്കുറിച്ച് നല്ലൊരു ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ തന്നെ പല കുഴി ചെന്ന് ചാടുന്ന എനിക്ക് അറിയുന്നത് കൊണ്ടും എന്നെക്കുറിച്ച് ആ കുട്ടിക്ക് അറിയുന്നത് കൊണ്ടും എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പെക്ടേഷൻ ലൈക്ക് ആസ് എ ലൈഫ് പാർട്ട്ണർ എന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ പോകുന്ന ഒരാളായിരിക്കണം എന്നായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ഗോട്ട് മൈ വൈഫ്. ഈ 7 crores എൻ്റെ മാത്രം ലോസ് അല്ല, 4 പാർട്ട്നേഴ്സിനെയാണ്. പക്ഷേ സ്റ്റിൽ ഇറ്റ് വാസ് സബ്സ്റ്റാൻഷ്യൽ ലോസ്. ഐ ഹാഡ് ലോസ്റ്റ് ലോട്ട് ഓഫ് മണി ഓൺ ദാറ്റ്. സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓഫ് കോഴ്സ് ഷീ വാസ് ഓൾസോ ഡിസ്റ്റർബ് ബിക്കോസ് ഇത്രയും ഫൈനാൻഷ്യലി ഇതിന് പോകുമ്പോൾ. പക്ഷെ ആളൊരു ഏർണിംഗ് മെമ്പറാണ്. ആൻഡ് ഞങ്ങൾ 2 പേരും ആദ്യം തന്നെ വെൻ വി വർ എൻറ്ററിങ് ഫാമിലി റിലേഷൻഷിപ്പ് എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നത്, ഞങ്ങളിൽ 2 പേരിൽ ആരെങ്കിലും ഫുൾ ഫാമിലിയുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏൺ ചെയ്യുമ്പോൾ വൺ ഓഫ് അസ് ക്യാൻ ടേക്ക് എ റിസ്ക്. സോ അന്ന, ദാറ്റ്സ് ഹർ നെയിം. അന്ന PhD ചെയ്യുന്ന സമയത്ത് ഷീ വാസ് ഇൻ വർക്കിംഗ് ഫോർ ദാറ്റ് ടൈം, ഒരു 3-4 years. അന്ന് എൻ്റെ ഇൻകംത്തിലാണ് ഫുൾ വീട് ഓടിയിരുന്നത്. അത് കഴിഞ്ഞ് വെൻ ഷീ ഫിനിഷ്ഡ് PhD ആ സമയത്താണ് ഞാൻ ഈ റിസ്ക് എടുക്കാൻ ഇറങ്ങുന്നത്. അതായത് വെൻ ഷീ വാസ് ഏർണിംഗ് സബ്സ്റ്റാൻഷ്യലി മച്ച്. അപ്പം അതുകൊണ്ട് ആ ഒരു ആദ്യം അങ്ങനത്തെ ഒരു സംസാരിച്ച് ഒരു ഇത് ഉള്ളത് കൊണ്ട്, ഒരു ലൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഷീ സപ്പോർട്ടഡ് മീ ഡ്യൂറിങ് ദാറ്റ് ക്രൈസിസ് മൊമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ മലയാളി എന്നുള്ള ബ്രാൻഡ് ആക്സിഡൻ്റലി വന്നതാണെങ്കിലും ആ സമയത്ത് കൺസൾട്ടിങ് പ്രൊജക്ട്സിലൂടെ ഐ വാസ് ഏർണിംഗ് കൺസൾട്ടിങ് ഫീ. ദോ ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് എമൗണ്ട്, സ്റ്റിൽ ഇറ്റ് വാസ് സർവൈവിങ് എമൗണ്ട് ആൻഡ് ഷീ വാസ് സ്റ്റിൽ ഏർണിംഗ്. അപ്പം അതുകൊണ്ട് വി ഹാഡ് എ ഡിസ്കഷൻ. മലയാളി എന്നുള്ളത് 2 maximum 3 വർഷം ട്രൈ ചെയ്ത് എവിടെ എത്തിയില്ലെങ്കിൽ ഷീ വോണ്ടഡ് മീ ടു ഗെറ്റ് ബാക്ക് ടു എ പ്രോപ്പർ ജോബ്, സപ്പോർട്ട് ദ ഫാമിലി. പക്ഷെ ഒരു 2 വർഷം കൊണ്ട് ബിസിനസ് സെറ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് വെൽ ആൻഡ് ഫൈൻ. മോറലി നമുക്ക് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു സസ്റ്റെയിൻ തിങ്സ്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ സപ്പോർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സെൽഫ് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ആകുമ്പോഴാണ്. എവിടെയോ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ബിക്കോസ് ഐ ഫെയിൽഡ് മെനി ടൈംസ് ഇനഫ് ദാറ്റ് തിരിച്ചതെന്ന് കയറി വരാൻ എനിക്ക് ഞാൻ വീണ കോഴി എനിക്ക് നീച്ച് വരാൻ പറ്റുന്ന ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് അത്രയ്ക്ക് അങ്ങനെ മോറൽ സപ്പോർട്ട് നോക്കാറില്ല. അതിനെ കൂൾ മൂഡിൽ വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഐ ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് ഷീ ബീങ് ഹെർ ലൈക്ക് ആ സ്ട്രോങ് ക്യാരക്ടർ ആയതുകൊണ്ട് ഇന്നും ആ ഫാമിലി ബോണ്ടിൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നു. നൗ തിങ്സ് ആർ മോർ കാം അറ്റ് ഹോം അങ്ങനെയാണെങ്കിൽ പറയാം. ഞങ്ങൾ അബ്രോഡ് ഏജൻസി എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ധാരാളം സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് നാട്ടിൽ വരാൻ നിൽക്കുന്നുണ്ട്. സോ അവർക്ക് ചന്ദ്രചേട്ടൻ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ടിപ്സ് എന്തായിരിക്കും? ഈ സ്റ്റുഡൻസിന് ഇപ്പം വന്നവർക്ക് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം എൻ്റെ ഒരു അറിവ് പറയാണ്, അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഇഷ്ടംപോലെ ഉപദേശങ്ങൾ കേട്ട് മടുത്തതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ഉപദേശിക്കാനോ ബോറടിപ്പിക്കാനോ തുനിയുന്നില്ല. പക്ഷേ ഇപ്പം ഇവിടെ വന്നു, യു ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം. നിങ്ങൾ ആരും നോക്കാനോ അല്ലെങ്കിൽ ആ ബാക്കിലുണ്ടായിരുന്ന എവിടെയാണ് വീട്ടിലെത്തിയോ ചോദിക്കുന്ന ആൾക്കാരില്ല. സോ ടോട്ടൽ ഫ്രീഡമാണ്. ടോട്ടൽ ഫ്രീഡം കിട്ടുമ്പോൾ പല വഴിക്ക് നമുക്ക് പോകാൻ തോന്നും, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും, ആരും കാണുന്നില്ലോ ഉള്ളത്. പക്ഷെ ഒരു തോട്ട് നിങ്ങൾക്കുള്ള എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങൾ വന്നത് ഇവിടെ എന്തിനുള്ളതാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, പ്ലസ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ലാംഗ്വേജ് പഠിച്ചെടുക്കുക, സൊസൈറ്റിയെ അസിമേറ്റ് ചെയ്യാൻ നോക്കുക, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയുന്നില്ല. ലൈഫ് ഇസ് ടു എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷെ അതിൽ എന്തെടുക്കണം, എന്ത് ചെയ്യണം, എന്ത് വേണ്ട എന്നുള്ളതിൻ്റെ യുക്തി നിങ്ങൾക്ക് സ്വയം ഉണ്ടാവണം. അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുള്ളത്, നാട്ടിലാവുമ്പോൾ നമ്മൾ മലയാളികളാണ് അല്ലെങ്കിൽ തമിഴന്മാരാണ്, ഇതൊക്കെ ശരിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മൾ എന്ത് ചെയ്താലും, നല്ലത് ചെയ്താലും ഒരു ഇന്ത്യക്കാരനാണ് ആ ഇന്ത്യക്കാരൻ നല്ലതെന്ന് പറയും. തെറ്റ് ചെയ്താലും എല്ലാവരെയും കൂടി ചേർത്തിട്ടാണ് പറയുന്നത് ഇന്ത്യക്കാരിങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ചീത്തപ്പേര് കേൾപ്പിക്കാതിരിക്കുക. ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ ഇതാണ് ചന്ദ്രചേട്ടന് മലയാളി സ്റ്റുഡൻസ് നൽകാനുള്ളൊരു സ്നേഹപൂർവമായ ഒരു അഡ്വൈസ്. സോ താങ്ക് യു സോ മച്ച് ചന്ദ്രചേട്ടാ. ഞങ്ങൾക്ക് ഏറെ ഇൻസ്പിറേഷനാണ്
ചന്ദ്രചേട്ടനും അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ഈ ഒരു മലയാളി ബ്രാൻഡിന്റെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇനിയും മലയാളി ബിയർ വളരട്ടെ. മലയാളി ഉള്ളിടത്തെല്ലാം, മലയാളി ഇല്ലാത്തിടത്തും മലയാളി ബിയർ അല്ലെങ്കിൽ മലയാളി എന്ന ബ്രാൻഡ് അറിയപ്പെടട്ടെ. നമുക്ക് ഇനിയും ഇരിക്കണം. മലയാളി എന്ന ബ്രാൻഡ് ഒരുപാട് മൈൽ സ്റ്റോൺ കാണുമ്പോൾ വീണ്ടും നമുക്ക് ഇരിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. Thank you, Jins. Thanks for the opportunity. So all the best.